കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ RSS സഹയാത്രികനായ TG മോഹൻദാസ് നടത്തിയ അങ്ങേയറ്റം പ്രകോപനപരവും അധിക്ഷേപകരവുമായ പരാമർശങ്ങളാണ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴി തുറന്നിരിക്കുന്നത്. ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളെ അക്രമത്തിലൂടെ അടിച്ചമർത്തണമെന്ന രീതിയിലുള്ള ഇയാളുടെ പരാമർശം പൊതുസമൂഹത്തിലും സൈബർ ഇടങ്ങളിലും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകരെ നേരിടാൻ തനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ജന്തർ മന്ദറിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നാണ് TG മോഹൻദാസ് പറഞ്ഞത്. തുടർന്ന് ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിലൂടെ 3 തവണ ആവശ്യപ്പെടുമെന്നും അതിനുശേഷവും പിരിഞ്ഞു പോയില്ലെങ്കിൽ അവർക്ക് നേരെ വെടിയുതിർക്കുമെന്നും ഇയാൾ പരസ്യമായി പ്രസ്താവിക്കുകയുണ്ടായി. വെടിവെപ്പ് നടക്കുമ്പോൾ ആളുകൾ ചിതറിയോടുമെന്നും കുറെ പേർ മരിക്കുമെന്നും മറ്റു ചിലർക്ക് അംഗഭംഗം സംഭവിക്കുമെന്നും അത്യന്തം ദാരുണമായ രീതിയിലാണ് ഇയാൾ വിവരിച്ചത്. വെറും 4 മണിക്കൂർ കൊണ്ട് അവിടുത്തെ രംഗം പൂർണ്ണമായും ശാന്തമാകുമെന്നും അതിനുശേഷം ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുമെന്നും പ്രസ്താവിച്ച മോഹൻദാസ് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾക്കെതിരെ അതീവ ഗുരുതരമായ വിദ്വേഷ പ്രസ്താവനയും അക്രമ ആഹ്വാനം നടത്തിയിട്ടും TJ മോഹൻദാസിനെതിരെ ആരംഭത്തിൽ കേസെടുക്കാൻ പോലീസ് മടിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകുകയുണ്ടായി. പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നൽകിയ പരാതിയിൽ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായ പോലീസ് കോൺഗ്രസ് ഭാരവാഹികൾ നൽകിയ പരാതി പൂർണ്ണമായും അവഗണിച്ചു എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. പോലീസിലെ ഒരു വിഭാഗം കാണിക്കുന്ന ഇത്തരം ഇരട്ടത്താപ്പ് ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ അവമതിപ്പുണ്ടാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് തുറന്നടിച്ചു. തുടക്കത്തിൽ TG മോഹൻദാസിനെതിരായ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ കേവലം അന്വേഷണത്തിന് മാത്രം പോലീസ് നിർദ്ദേശം നൽകിയിരുന്നത്. സൈബർ സെൽ IGP പ്രകാശനായിരുന്നു ഈ അന്വേഷണ ചുമതല കൈമാറിയിരുന്നത്. എന്നാൽ പോലീസിന്റെ ഇരട്ടത്താപ്പിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പരാതിയും പൊതുസമൂഹത്തിലെ പ്രതിഷേധവും ശക്തമായതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികൃതർ നിർബന്ധിതരായത്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പ്രകോപനപരമായ അധിക്ഷേപ പ്രസ്താവനയും അക്രമ ആഹ്വാനവും പരക്കെ പ്രതിഷേധം ശക്തമാക്കിയതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ ഒടുവിൽ കർശന നടപടിയുമായി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നതിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നതിന് പിന്നാലെയാണ് ഉന്നതതല ഇടപെടലിലൂടെ കേസെടുക്കാനുള്ള നീക്കമുണ്ടായത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് TG മോഹൻദാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യക്തിപരമായ അധിക്ഷേപം നടത്തൽ, കലാപാഹ്വാനം, വിതയ്ക്കൽ തുടങ്ങിയ അത്യന്തം ഗുരുതരമായ കുറ്റങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പുകൾ ചുമത്തി ഇന്നലെ രാത്രിയോടെയാണ് പോലീസ് ഔദ്യോഗികമായി FIR തയ്യാറാക്കിയത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനായി സൈബർ സെൽ IGP പ്രകാശനായിരുന്നു ചുമതല നൽകിയിരുന്നത്. കേസെടുത്ത പശ്ചാത്തലത്തിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാനും വിദ്വേഷ പ്രസ്താവന അടങ്ങിയ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും ഉൾപ്പെടെയുള്ള അന്ത്യഘട്ട നടപടികളിലേക്ക് കടക്കാനും ചോദ്യം ചെയ്യലടക്കമുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാനുമാണ് സൈബർ പോലീസിന്റെ തീരുമാനം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പും അക്രമവും നടത്തണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെയുള്ള സൈബർ പോലീസിന്റെ കേസും നിയമ നടപടികളും അതീവ പ്രാധാന്യത്തോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്.